സർ, മലയാള സിനിമയിലെ വിനയേട്ടനാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. വിനയേട്ടൻ ഞാൻ ഉദ്ദേശിച്ചത് ജയറാമിനെയാണ്, നമ്മുടെ മലയാളത്തിലെ പ്രമുഖ നടനായിട്ടുള്ള ജയറാം. അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം വൈറലായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തു വരുന്ന കാര്യം ഉഷാ ഹസീനയുടെ ഇന്റർവ്യൂ ആയിരുന്നു. അവരുടെ അനുജനെ സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിട്ടതും, അവർക്ക് സ്ട്രോക്ക് വന്ന സമയത്ത് പോലും വിളിക്കാതെ അദ്ദേഹത്തിന്റെ ആ ഫോൺ കോളിൽ പോലും ഉണ്ട് അദ്ദേഹത്തിന്റെ വിനയം. ഫോൺ കോളിൽ പോലും അദ്ദേഹം ഒന്ന് കുനിഞ്ഞു നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ നേരത്തെ തന്നെ ജയറാമിനെ കുറിച്ച് വേറൊരു ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചെറിയ കാര്യങ്ങൾ ഇപ്പം കൂടി ഓർമ്മപ്പെടുത്താം. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം. ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഹനീഫ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, അദ്ദേഹം ഈ ഉഷാ ഹസനയുടെ ബ്രദറാണ്. അപ്പോൾ അദ്ദേഹത്തോട് ആവുന്നത്ര ആളുകൾ പറഞ്ഞു ഈ ഹാപ്പി സർദാർ എന്ന് പറയുന്നൊരു പടം, അതിൻ്റെ അവസാനം ശരിക്കും പറഞ്ഞാൽ അത് ഹാപ്പി സർദാർ എന്നല്ല, ഇന്നലെ ശ്വേതാമേനോൻ പറഞ്ഞ പോലെ വെരി സാഡ് സർദാർ ആയിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് പ്രൊഡ്യൂസർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്ന സാമ്പത്തിക ബാധ്യത ഉണ്ടായി. 5 കോടി രൂപയ്ക്ക് തീരുമെന്ന് പറഞ്ഞാലാണ് തുടങ്ങിയത്. അതായത് അന്ന് 7-8 കോടി രൂപ ഇവർ പഞ്ചാബിലും അതുപോലെ രാമോജിറാവ് ഫിലിം സിറ്റിയിലും ഒക്കെ ടൂറൊക്കെ അടിച്ച് സന്തോഷമായിട്ട് വന്നു. അപ്പോൾ ഈ സിനിമ ഇയാൾ എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജയറാം പറഞ്ഞ് ഞാൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തു. നിങ്ങളിത് കേൾക്കുന്ന പ്രേക്ഷകരെ ആദ്യം തന്നെ മനസ്സിലാക്കണം, ഈ സിനിമയിലുള്ള ആളുകളും രാഷ്ട്രീയത്തിലുള്ള ആളുകളും ഏറ്റവും ആദ്യം തരാൻ പോകുന്നത് വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകരുത്. എനിക്കൊക്കെ അത്തരത്തിൽ എത്രയോ വാഗ്ദാനങ്ങൾ കിട്ടിയെന്നറിയും. ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ ഇന്ത്യ പ്രധാനമന്ത്രിയാക്കാവുന്നവരെ ഒരു വാഗ്ദാനം ഒന്നും. കാരണം വെച്ചാൽ അവരുടെ കയ്യിൽ ഇല്ലാത്ത പല പരിപാടികളും അവർ പറഞ്ഞു. നമ്മൾ അത് കേട്ടൊക്കെ വീഴരുത്. അപ്പോൾ അതുപോലെ വീണ് പോയ ഒരാളാണ് ഈ പാവം പിടിച്ച ഹനീഫ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ അയാൾ ഈ സിനിമ എടുത്തു. സിനിമ എന്ന് പറഞ്ഞാൽ 1.5 സിനിമയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഏതാണ്ട് 3 ലക്ഷം രൂപയാണ് അതിന് കളക്ഷൻ വന്നത്. 7 കോടി രൂപ മുടക്കിയിട്ടെ ശരിക്കും പറഞ്ഞാൽ 3 ലക്ഷം രൂപയായിട്ടാണ് കളക്ഷൻ വന്നത്. എനിക്ക് തോന്നുന്നത് ഹസീബിൻ്റെ പരിചയക്കാരായിരിക്കും അത് കയറിയിട്ടുണ്ടാവും. ഞാൻ ആ സിനിമ കണ്ടതാണ്, ഞാൻ ഈ OTT വന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമയാണ്. അതൊക്കെ എങ്ങനെ എടുത്തു എന്നുള്ളത് എനിക്ക് അത്ഭുതം തോന്നിയത് കണ്ടപ്പോൾ. അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിനു മുമ്പ് തന്നെ പുള്ളി വേറൊരു സിനിമ എടുത്ത് തകർന്നിരിക്കണേന്ന്. അതേതാണെന്നറിയാം? ഒന്ന് ഈ അല്ല, അത് പിന്നെ കാണാൻ കുഴപ്പമില്ലാത്ത സിനിമയാണ്. ഇത് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. ആരെ വെച്ചിട്ട്? ജയറാമിനെ വെച്ചിട്ട്. അതായത് ജയറാമിനെ വെച്ചൊരു സിനിമ എടുത്ത് അടപടലം തകർന്ന് അയാൾ തരിപ്പുഴമായിട്ട് നിൽക്കുമ്പോൾ മകനെ വെച്ചൊരു സിനിമ എടുക്കാൻ പറഞ്ഞു. ഏത് ബാക്കി ചില്ലറയും കൂടി പുള്ളിയിൽ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ആ ചില്ലറയും കൂടി വെച്ചിട്ടൊരു സിനിമ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ സിനിമ അടപടലം പൊട്ടി. അതിനു മുമ്പ് ഇടക്കാണ് കുഞ്ചാക്കോവിനെ വെച്ച് കുട്ടനാടൻ മാർപ്പാപ്പെടുത്ത്. അത് സാമ്പത്തികമായിട്ട് വലിയ വിജയമായില്ല. അത് ഞാൻ പിന്നെ കണ്ടതാണ്. നമ്മുടെ സുഹൃത്തായിട്ടുള്ള അതിഥി രവിയൊക്കെ അതിനകത്ത് കുഴപ്പമില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇയാൾ പുതിയ എടുത്തേക്കുന്ന സിനിമകളൊക്കെ ഒരു പ്രത്യേക സിനിമകളാണ്. ഏതാണ്? കുട്ടനാടൻ മാർപ്പാപ്പിൻ്റെ ഉട്ടോപ്പിയിലെ രാജാവ്, മമ്മൂട്ടിനെ വെച്ചിട്ടുള്ള സിനിമ, ഗോഡ്സ് ഓൺ കൺട്രി, എന്തൊക്കെയോ സിനിമയൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ശരി, എല്ലാം ഫ്ലോപ്പായിരുന്നു. അല്ലേ? ഏറ്റവും വലിയ കാര്യം ഞാൻ കൂടെ ഉണ്ടെന്നാണല്ലോ. ഈ സിനിമ സംഭവിക്കുന്നത് 2018 സിനിമ ഏതാണ്ട് റിലീസ് ചെയ്തു. എനിക്കോടെ കോവിഡിന് തൊട്ടും മറ്റേ സിനിമ റിലീസ് ചെയ്തു പോയതൊന്നും ആരും അറിഞ്ഞില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പുള്ളിക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. കാരണം സിനിമ റിലീസ് ചെയ്ത് അപ്പം തന്നെ പോയി. അത് കഴിഞ്ഞ് പുള്ളിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഈ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ തന്നെ അന്ന് ഉഷാ ഹസനയുടെ ഹസ്ബൻഡ് അടക്കമുള്ള ആളുകൾ ഇയാളോട് മര്യാദക്ക് പറഞ്ഞു, പഞ്ചാബിലൊക്കെ പോയിട്ട് വന്നിട്ട് പഞ്ചാബൊക്കെ കണ്ട് ഇനിയിപ്പോൾ കാശ് പോയി, പക്ഷേ എന്നാലും ഇനി സിനിമ എടുക്കാൻ നിൽക്കേണ്ടത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി പറഞ്ഞത്, ജയറാം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, കാരണം എന്ത് തട്ടുകേട് പറ്റിയാലും, പ്രത്യേകം ശ്രദ്ധിക്കണേ, എന്ത് തട്ടുകേട് പറ്റിയാലും ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ പുള്ളി 2018 കഴിഞ്ഞിട്ട് പിന്നെ ഇയാളെ വിളിക്കണേ എന്താണെന്നറിയാം? 2024 മകളുടെ കല്യാണത്തിൽ വിളിക്കുന്നത് കുഴപ്പമില്ല. വിളിച്ചപ്പോഴത്തേക്കും ഇയാളുടെ സൗണ്ട് തിരിയുന്നില്ല. അപ്പോൾ ചോദിച്ചത്, എന്ത് പറ്റി ഹസീബ് എന്ന് ചോദിച്ചു. ഏത്? പുള്ള അഭിനയം. അപ്പോൾ എന്ത് പറ്റി ഹസീബ് എന്ന് ചോദിച്ചപ്പോൾ ഹസീബ് ഇങ്ങനെ പറഞ്ഞു, പുള്ളി ശരിക്കും പാരലൈസ്ഡായി കിടപ്പിലായിപ്പോയി, ചെറുതായിട്ട് കിടപ്പിലായിപ്പോയി. അപ്പോൾ പറഞ്ഞു, അയ്യോ എനിക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ സൗണ്ട് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് വോയിസ് ക്ലിപ്പ് അങ്ങോട്ടും കൂടെ ഇടാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ വോയിസ് ക്ലിപ്പ് ഉണ്ട്, അത് കേൾക്കേണ്ടതാണ്. ഒരു 1.5 അഭിനയമാണ് അതിനകത്ത്. ശരിക്കും അതിനകത്ത് ആ വോയിസ് ക്ലിപ്പിനകത്ത് എനിക്കൊന്ന് 3-4 വട്ടം ഡിലീറ്റ് ചെയ്തിട്ടായിരിക്കും പുള്ളി ഇട്ടുണ്ടാവും. ഓരോ വോയിസ് മോഡുലേഷൻ ഒക്കെ നോക്കി വല്ല ഇനി സ്റ്റുഡിയോയിലൊക്കെ ചെയ്ത് ഡബ് ചെയ്താന്നറിയാൻ പാടില്ല. വേദനയൊക്കെ നിറയണമല്ലോ അത് വോയിസ്. നല്ല ആക്ടർ. എന്നിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞേക്കണത്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പുള്ളി അതിനിടയ്ക്ക് ഒരു വാക്കുകൂടി ചേർക്കണ്ടിട്ട്, അതും കൂടി ശ്രദ്ധിക്കണേ. മദ്യപിച്ച് ഇങ്ങനെ കിഡ്നിക്കൊക്കെ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടായി, അങ്ങനെ ICUലായിരുന്നു എന്നൊക്കെ അറിഞ്ഞു. പിന്നെ അത് റിക്കവർ ചെയ്ത് കുഴപ്പമില്ല എന്നൊക്കെ അറിഞ്ഞു. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. എന്നോട് ആരുമേ പറഞ്ഞില്ല, ഒന്നുമേ പുരിയില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. മനസ്സിലായ? ഏത്? ഈ പുള്ളി പറയുന്നത് സത്യം പറഞ്ഞാൽ പുള്ളി പറയണയൊക്കെ തോന്നുന്നത് നിങ്ങളുടെ കിഡ്നിക്ക് എന്തോ വല്ല കുഴിനകം വന്നെന്നുള്ള വട്ടിലാണ് നമുക്ക് തോന്നുന്നത്.
കിഡ്നിക്ക് കുഴിനകെ ചെറിയൊരു കുഴിനകം വന്ന് ആരോഗ്യം പറഞ്ഞ് വേറൊരാൾ എന്നോട് ക്രിട്ടിക്കലായിരുന്നു, ചത്തുന്നു പോവില്ല, കുഴപ്പമില്ല, ഇനി ക്രിട്ടിക്കലായിരുന്നു. അടുത്ത അപ്പോഴും പുള്ളി വാഗ്ദാനം കൊടുക്കണേ. ഏത് എനിക്ക് തോന്നണേ ഇയാളുടെ കയ്യിൽ ഇത്തിരി കൂടി ചില്ലറയുണ്ടെന്ന് തോന്നിയിട്ട് ഈ കല്യാണം വിളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കല്യാണം പോലും വിളിക്കില്ല. രാജസേനന്റെ കല്യാണം വിളിച്ചില്ല കേട്ടാ, അതവിടെ വെക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തു പറയണേണ്, ഞാൻ 10 ദിവസം കഴിയുമ്പോൾ അതുവഴി വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഹസീബിനെ വന്ന് കാണും. അപ്പോഴും പുള്ളി കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഹസീബ് ഇവിടെ കിടക്കണമെങ്കിൽ അതിന്റെ സൈഡ് കട്ടിൽ വലുതാണെങ്കിൽ പുള്ളി സൈഡിൽ കിടക്കുമെന്നാണ് ഈ പുള്ളി ഉദ്ദേശിച്ചത്. തട്ടുകേട് വന്നാൽ ഞാൻ കൂടെ ഉണ്ട്. എവിടെ കൂടെ ഉണ്ട്? യഥാർത്ഥത്തിലല്ലേ പഞ്ചാബി ഹൗസിലൊരു സീനുണ്ട്, ആ സീനാണ് സത്യം. ജയറാമൊക്കെ അത് ഉള്ളിലിട്ടായിരിക്കും അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. ജയറാമിനെ കുറിച്ച് എനിക്ക് വേറെ 1-2 കാര്യം പറയാണ്ടിട്ടാ, ഇതിനേക്കാൾ മുമ്പേ ഇദ്ദേഹം പറഞ്ഞതുള്ളു. ആ സിനിമയിലൊരു സീനുണ്ടല്ലോ, ഓർക്കണ്ട, മറ്റേ ബോട്ടും പിടിച്ചു വെച്ച് ഇവന്മാരെ ബോട്ട് ഇവന് വിട്ടുകൊടുത്തിട്ട് മറ്റേ 2 പേരെ പിടിച്ചു വെക്കുമ്പോൾ കൊച്ചി ഖനീഫ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, മണ്ടനും പോയി പൊട്ടനും പോയി ബോട്ടും കിട്ടി അയലേസ എന്ന് പറയുന്നുണ്ട്. അപ്പം മറ്റേ നമ്മുടെ ജനാർദ്ദനം വിളിച്ചു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അതാണ് നമ്മൾ. ഈ ജനാർദ്ദനാണ് ജനങ്ങൾ. അത് പറയണം കേട്ടോ. എന്നെ തെറി പറഞ്ഞു, കുഴപ്പമില്ല, താഴെ വന്ന് ജനാർദ്ദനാണ് ജനങ്ങൾ. ജനാർദ്ദനം പറയുന്നുണ്ട്, അയ്യോ പാവം അയാൾ കരഞ്ഞുകൊണ്ടാണ് പോകുന്നതെന്ന് വേറൊരു പഞ്ചാബി പറയുന്നുണ്ട്. അപ്പൊ മറ്റേ ജനാർദ്ദനം പറയുന്നുണ്ട്, അവൻ കരയണം എന്നാലേ അവൻ പഠിക്കൂ എന്ന് പറയുന്നത്. മനസ്സിലായ? അതാണ് ജനം വിചാരിക്കണം ഇതൊക്കെയാണ് ഭയങ്കര ആക്ടിങ് എന്നാണ്. എവിടെ ഇവര് ശരിക്കും സ്ക്രീനിൽ മാത്രമാണ് നല്ലവരായിട്ട് ഉള്ളത്. അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കുന്നത്, 2018 കഴിഞ്ഞ് 6 കൊല്ലത്തിനിടക്ക് സ്വന്തം എന്നിട്ട് വിളിക്കുമ്പോൾ അടുത്ത ഡയലോഗ് അതും വിട്ടു. ഞാൻ എപ്പോഴും ഇവിടെ കണ്ണനോട് രാവിലെ ഉച്ചക്ക് വൈകുന്നേരവും പിന്നെ രാത്രിയും പുള്ളി പറയാറുണ്ട്, 4 നേരം കേട്ടോ, മരുന്ന് കഴിക്കുന്ന പോലെ പുള്ളി പറയാറുണ്ട്, നിനക്ക് വേണ്ടി പടമെടുക്കാൻ ഞാൻ പറഞ്ഞിട്ടാണ് ആ അങ്കിളാകെ ബുദ്ധിമുട്ടിലായത്. അപ്പൊ ഇയാൾക്ക് എങ്ങനെ അറിയാം അങ്കിളുടെ പടം മുഴുവൻ പോയത് അതുകൊണ്ടാണ്. അതുകൊണ്ട് പിന്നെ അവനെ വിളിക്കേണ്ട ആവശ്യമില്ല, അവന്റെ പടം മുഴുവൻ തീർന്ന്. മനസ്സിലായ? ഇതാണ് സംഭവം. സത്യം പറഞ്ഞാൽ ജയറാമൻ നടന്നു പോണ സീൻ മറ്റേ കൊച്ചി ഖനീഫയുടെ സീനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. ആഹാ, ഹസീബ് വീണ് പടവും എടുത്ത്, ആഹാ നമ്മുടെ മകൻ സ്റ്റാറുമായി അയലേസ. ഇനി എന്തായാലും വിളിക്കാനുള്ള ഇതുമില്ല. പിന്നെ അതിലൊരു ഡയലോഗ് ഉണ്ട്, ഏത് മാസം വരുമെന്ന് ചോദിക്കുന്നുണ്ട് കൊച്ചി ഖനീഫയോട്. അപ്പൊ പറയുന്നുണ്ട് 2-ാം തീയതി വരാത്. അപ്പൊ പറയുന്നുണ്ട്, അതൊക്കെ കൃത്യം സിനിമാക്കാർക്ക് ഇത് എഴുതാൻ പറ്റുള്ളൂ, കാരണം അവർക്ക് ഇത്ര അനുഭവം ഉണ്ടാവുള്ളൂ. ഏത് മാസം എന്ന് ചോദിക്കട്ടെ രജിസ്ട്രേഷൻ. അപ്പൊ പറയണേ എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. അത് 10 ദിവസം എന്ന് പറയുന്നത് എന്തുണ്ട്? 10 ദിവസം എന്ന് പറയുന്നത് ഇനി എല്ലാ ദിവസവും 10 ദിവസം ഉണ്ടല്ല. 10 ദിവസം ഇന്ന് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് ഇയാളെയൊക്കെ പോലെയുള്ള ആളുകൾ എടുത്ത് സിനിമക്കാർ മൊത്തത്തിൽ എങ്ങനെയാണ്? ചിത്ര സിനിമയുടെ പ്രൊഡ്യൂസർ മോഹൻലാലിന് ആദ്യം മറ്റേ മാരുതി 800 കാർ മേടിച്ചു കൊടുത്താണ്. അയാൾ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ എന്നില്ല. ഇനി പണമുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? വണ്ടി പിടിച്ചു വരും, കൂടെ ഉണ്ടാവും. എന്റെയൊക്കെ ജീവിതത്തിൽ പോലും അനുഭവമുണ്ട്. പറഞ്ഞപ്പോ വീട്ടിൽ കലാപോകും, എന്നാലും പറയാം. എൻ്റെ ഫാദർ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരെന്താ വെച്ചാൽ ഫാദർ അട്ടറൊക്കെ അടിക്കുക. അപ്പോൾ വെള്ളമൊക്കെ അടിച്ചിട്ട് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ കരിക്കൊക്കെ ഇട്ട് കൊടുക്കും. ഏത് കരിക്കൊക്കെ ഇട്ട് രണ്ട് വിടൂല. ഏത് ചേട്ടൻ്റെ ക്ഷീണമൊക്കെ മാറിയിട്ട് പോയാന്ന് പറയും. അച്ഛൻ്റെ വളരെ അടുത്ത ബന്ധമുണ്ട്, ഞാൻ ആരാന്ന് പറയാത്താണ് മനഃപൂർവ്വം. ബന്ധമുണ്ട്, തറവാടാണ്. തറവാട്ടിലേക്ക് ചെല്ലുമ്പോൾ കൊടുക്കും. നമ്മളൊന്നും പറയാതെ അച്ഛൻ ആ സ്ഥലം അവർക്ക് എഴുതി കൊടുത്തു. ഏത് ഈ വയറ്റിലൊക്കെ അടുത്തുള്ള സ്ഥലം ഉണ്ടാ? വയറ്റിലൊക്കെ അടുത്തുള്ള സ്ഥലം എഴുതി കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് അച്ഛന് ഒരു മാസം കഴിഞ്ഞ് അച്ഛൻ 6 മാസമൊക്കെ അടിക്കാതിരിക്കും. അത് കഴിഞ്ഞിട്ട് വെള്ളം അടിക്കുള്ളൂ. അപ്പൊ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ്ലി അടിക്കും. അപ്പൊ അങ്ങനെ അച്ഛൻ ചെന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇവരുടെ തന്നെ ഡയലോഗാണ്. അപ്പൊ നമ്മൾ അതിനു മുമ്പ് ഇവരോട് 10 വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന്, നിങ്ങളിങ്ങനെ ഫാദറിന് അവിടെ സൗകര്യം ഒരുക്കി കൊടുക്കരുത്, പുള്ളിക്ക് അത് തരവോ, അതുകൊണ്ട് അങ്ങ് അവിടെ കെട്ടാതെ പറഞ്ഞും കൂടി വീട്ടിലേക്ക് വിടണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നേരം ഒരു പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയാം? ചേട്ടനോട് അങ്ങനെ ഒരു വാക്ക് പറയാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. ശരിക്കും അവര് സിനിമയിൽ കയറിയെങ്കിൽ ജയറാമിനെ വെട്ടിക്കാനായിട്ടാ. അപ്പൊ പറയണേ, ഇത് കഴിഞ്ഞ് ഈ സ്ഥലം എഴുതി കൊടുത്തല്ലോ, സ്ഥലവും വീടും എഴുതി കൊടുത്തതിന് ശേഷം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഫാദർ ഇതുപോലെ അവിടെ ചെന്ന് അപ്പൊ തന്നെ ആ മകന്റെ ഇനി അച്ഛനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട്, മകനെ അച്ഛനെ കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടോ നമ്മുടെ അടുത്ത് പറയണേണ്, അല്ല ചേട്ടൻ ഇങ്ങനെ ഇവിടെ വന്ന് അങ്ങനെ ചിക്കണ ശരിയല്ലല്ലോ, ചേട്ടൻ അവിടെ വീടും ഭാര്യയും മക്കളൊക്കെ ഉള്ള, അപ്പൊ നിങ്ങൾ വിഷമിക്കൂലേ, നിങ്ങളിവിടെ കാണാതെ എന്ത് ചെയ്യൂലേ? അപ്പൊ എന്റെ അമ്മ ഇങ്ങനെ അന്തിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ 2 ഷോട്ട് കാണിക്കണത്, ഒന്ന് 6 മാസം മുമ്പ്, ഒന്ന് 6 മറ്റേ ബൂസ്റ്റ് കഴിച്ചതിന് ശേഷം, കഴിച്ചതിന് മുമ്പ് എന്ന് പറഞ്ഞ് കാണിക്കണം. അതിനേക്കാളൊക്കെ കടത്തി വെട്ട അഭിനേതാക്കളാണ് വരും. ഇനി ജയറാമിന്റെ അടുത്ത ഡയലോഗ് ഉണ്ട്, അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ജയറാമിനെയൊക്കെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളായിട്ടാ. ജയറാമിന്റെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ ജയറാം പറയണേ, എല്ലാ ദിവസവും രാത്രി ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ വന്ന വഴികളെക്കുറിച്ചൊക്കെ ആലോചിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടേ കിടക്കാറുള്ളൂ. എൻ്റെ ഐശ്വര്യ പുള്ളി എങ്ങനെ കിടന്നുറങ്ങണേന്ന് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല.
മനസ്സിലായ? ബോട്ടിലൊക്കെ അവിടേക്ക് ഇട്ട് ഇവിടേക്ക് ഇട്ട് എന്ത് കിടന്നുറങ്ങുന്നതാണ്. എന്നിട്ട് എന്ത് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം അറിയുന്നുണ്ടാവും എന്തൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഇവരോടൊക്കെ ഉണ്ടല്ലോ. ഇവരോടൊക്കെ സത്യം പറഞ്ഞാൽ ഈ റൂട്ടിലെ സാധാരണ പണിക്കാരുണ്ടല്ലോ, അവരാണ് ഏറ്റവും നല്ല ആൾക്കാർ. ഇവരുടെയൊക്കെ ഡയലോഗിലുണ്ടല്ലോ. പിന്നെ ആദ്യം തന്നെ ഇത് തിരിച്ചറിഞ്ഞ ആളാരായിരിക്കും അറിയാമോ? പാർവതി ആയിരിക്കും. നിങ്ങൾ പാർവതിയുടെ ഇന്റർവ്യൂ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ പാർവതിനെ ആദ്യം കാണുമ്പോൾ പുള്ളി എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി. കാരണം പാർവതി എന്ന വലിയ സ്റ്റാറാണ്. മനസ്സിലായി? അത് മാത്രമല്ല, പാർവതി തന്നെ ഇദ്ദേഹത്തെ പൊളിച്ചെടുക്കുന്ന ഒരു ഇന്റർവ്യൂ ഇപ്പോൾ പുറത്ത് വന്നിട്ട്, ഇന്റർവ്യൂ അല്ല, ഒരു പ്രോഗ്രാമിൽ നിന്നിട്ട് കഥ പറച്ചിലുകാരൻ കൂടിയാണല്ലോ ജയറാം. ജയറാം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പാർവതിയുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ പാർവതിയോട് ചോദിച്ചു, ചേട്ടൻ ഇങ്ങനെ നേരത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു കോളേജിൽ, അപ്പം ക്ഷുദ്ധനായ ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുത്തു, എനിക്കുണ്ടായിരുന്നു ഒരു പിഷാരടിക്കുട്ടിയായിരുന്നു, പക്ഷെ അവൾ എന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ കഥ പറഞ്ഞ് തകർക്കുകയാണ്. ആ വലിയ സ്റ്റേജ് മൊത്തം അത് കേട്ട് ചിരിക്കുകയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാവുമ്പോൾ 25 കൊല്ലമായി ഇപ്പോഴും വഴക്കുണ്ടാവുമ്പോൾ പാർവതി അപ്പം തന്നെ പറയും, ഓ ആ ശാരടിക്കുട്ടിയുടെ പറയുകയാണെന്നല്ലേ, ശാരടീനെ നോക്കിയാൽ മതിയായിരുന്നു, കെട്ടണ്ടായിരുന്നു, അത്തരത്തിലൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുക. അപ്പൊ അദ്ദേഹത്തിന്റെ കഥ ഭയങ്കര നമ്മളിങ്ങനെ സിനിമാറ്റിക് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക സാധനം. അത് കഴിഞ്ഞ ഉടനെ ഈ പറയുന്ന പാർവതിയാണ് സ്റ്റേജിൽ കയറുന്നത്. സാധാരണ ഈ നടന്മാരുടെ ഇടയിലുള്ളതാണ്. നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ ഭാര്യമാരെ ഒന്ന് താത്തി പറയുക, ഭാര്യമാരെ ഒന്ന് കൊള്ളിച്ച് പറയുമ്പോൾ ആൾക്കാർ ചിരിച്ചോളും എന്നുള്ളൊരു അതൊരു മിഥ്യാധാരണയാണ് കേട്ടോ ശരിക്കും. പാർവതി അത്യാവശ്യം ബുദ്ധിയും വിവരമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ പാർവതിയെ പോലെ ചെയ്യും. അവർ കയറി ഇരുന്നിട്ട് പറയാ, ഈ കഥ ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ കേൾക്കുന്നത്, നിങ്ങൾ കേട്ട് സന്തോഷിച്ചല്ലോ, സമാധാനം, പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കണ്ണൻ എന്നോട് അടുത്തിരുന്ന് ചോദിച്ചു, ഇത് അങ്ങനെയുണ്ടൊരു കാര്യം ഉണ്ടോ അമ്മ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല മോനെ, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ അപ്പൊ പുള്ളിക്ക് എന്തോരം എഫേർട്ട് ഇടണമെന്ന് നമ്മൾ ആലോചിക്കണം. അതായത് ഭാര്യയുടെ മറ്റും മുമ്പിൽ വെച്ച്, അല്ല, ഭാര്യയുടെ വീട്ടിൽ അഭിനയം, പുറത്ത് അഭിനയം, ക്യാമറ കൂമ്പിൽ അഭിനയം, ലോകത്തുള്ള എല്ലായിടത്തും കൂട്ടുകാരന്മാരുടെ അഭിനയം, അങ്ങനെ എല്ലാവരുടെടുത്തും അഭിനയം. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി. അത് പണ്ട് ലാല് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ലാല് ജയസൂര്യനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എന്താണെന്നറിയാമോ? ജയസൂര്യയുടെ അഭിനയം ഇപ്പോൾ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ ലാല് പറയുന്നത്, അല്ല അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 കൊല്ലമല്ല, വീട്ടിൽ അവൻ ഭയങ്കരമായിട്ട് അഭിനയിക്കേണ്ടത്. അതിന്റെ കാരണം പിന്നെ നമുക്ക് മനസ്സിലായത് മറ്റേ ഇത് വന്നപ്പോഴാണ്. ഏത് മറ്റേ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ്, മറ്റേ ടോയ്ലറ്റും ഇതൊക്കെ വന്നപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത്. എന്തൊക്കെ അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനം മുഴുവൻ വിചാരിക്കണം ഇവരെ ഏതാണ്ട് അനീതിക്കെതിരെ പോരാടുന്ന ആളുകളാവുമെന്നാണ്. എൻ്റെ പൊന്ന്, അനീതിക്കെതിരെ ഇവരൊരു വാക്ക് പോലും പറയൂല, ഒരു വാക്ക് പോലും. മനസ്സിലായി? എന്നിട്ട് ശരിക്കും പറഞ്ഞ ഈ ഹനീഫയോട് പറഞ്ഞ വേറൊരു വാചകമുണ്ട്. അത് പുള്ളി AMMA പറയുന്ന അതേ വാചകമാണ്. എന്താണ് ഹനീഫ പുള്ളി പറയുന്നത് അറിയാമോ? ഞാൻ എപ്പോഴും കണ്ണനോട് പറയാറുണ്ട്, കാരണം ഞാൻ പറഞ്ഞിട്ടാണ് അങ്കിൾ അത്രയും ക്യാഷ് നിനക്ക് വേണ്ടി മുടക്കി ആ സിനിമ എടുത്തത്. കുഴപ്പമില്ല, അതൊക്കെ പോയി, അങ്കിളുടെ ആരോഗ്യം പോയി, എല്ലാം പോയി, കുഴപ്പമില്ല, പടച്ചവൻ തരും, പടച്ചവൻ അത് നന്നാക്കും, എല്ലാം നല്ലതിനാണെന്നാണല്ലോ പറയണം. ആർക്ക് നല്ലതിന്? ഇയാൾക്ക് നല്ലതിന്, അല്ലാതെ ആർക്ക്? സിനിമയിലെന്നൊക്കെ പറഞ്ഞ് ഇതേ ഉള്ളൂ. ഇനി ജയറാമിന്റെ വേറൊരു സംഭവം ഉണ്ട്, അതറിയോ നിങ്ങൾക്ക്? ജയറാമിനെ പോലെ അഭിനയിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. പുള്ളി മറ്റേ മോഹൻലാലും അതുപോലെ മമ്മൂട്ടിയൊക്കെ പോലെ അങ്ങനെ ഇരുന്നും കിടന്നും നിന്നും അഭിനയിക്കുന്നില്ല. പുള്ളി കിടന്നും മെഴുകുകയാണ്. പുള്ളിയുടെ 3 ഇന്റർവ്യൂകളെ ആകുന്നുണ്ട്. ആ 3 ഇന്റർവ്യൂകളിൽ എന്താ പറയണെന്ന് അറിയാം? ഈ 2020 എന്ന് പറഞ്ഞ സിനിമ ഇറക്കിയല്ല, 2020യുടെ സിനിമയിൽ ലാസ്റ്റ് മറ്റേ സ്ലോ മോഷനിൽ ആരെയും മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഇങ്ങനെ അവരൊക്കെ നടന്നു തന്നെ, ജയറാമ ആരാണ്ടൊക്കെ നടന്നു തന്നെ രംഗമുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ജോഷ് സാർ ഇങ്ങനെ നിന്ന്, അപ്പോൾ 1-2 ദിവസം വൈകിയപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പോകണം. ആർക്ക്? ജയറാമിന് പോകണം. പോകേണ്ട ആവശ്യമുണ്ടാ പറയണം, ആവശ്യം ശ്രദ്ധിച്ചേക്കണം. ആ പോകണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് ഇല്ല, ശബരിമലക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് പക്ഷേ ഇന്നും നടന്നില്ല, നാളെ നടന്നില്ല. അപ്പോൾ മറ്റന്നാളെ പുള്ളി ശബരിമല പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ജോഷ് സാർ ചോദിച്ചു, ശബരിമലക്ക് പോകണോ അതോ ഈ സിനിമയിലുള്ള സ്ലോ മോഷൻ നടപ്പ് വേണോ? കാരണം അത് ക്ലൈമാക്സിനുള്ള നടപ്പാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല, എനിക്ക് ശബരിമല താൻ മുഖ്യം, ഞാൻ കലമ്പല എന്ന് പറഞ്ഞ് പുള്ളി എന്ത് ചെയ്തു വിട്ടു എന്നാണ് പുള്ളി പറയണേണ്ട. മലയാളത്തിലായപ്പോൾ പുള്ളി ശബരിമലയുടെ അയ്യപ്പൻ സ്നേഹം. അപ്പൊ ഇവിടെ ഒരു ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അയ്യപ്പൻ അനുകൂലമായിട്ടുള്ള ഒരു വികാരം ഉണ്ടല്ലോ, അത് പുള്ളി മാക്സിമം അങ്ങോട്ട് വടിച്ചു കൂട്ടിയെടുത്ത്. മനസ്സിലായി? മറ്റേ ഒത്ത പോകാതെ വടിച്ചു കൂട്ടി പുള്ളി അങ്ങ് എടുത്ത്. മറ്റേ ടേബിളൊക്കെ വടിക്കുന്ന സാധനം കണ്ടല്ലോ, അത് വെച്ച് വടിച്ചു കൂട്ടി പുള്ളി അങ്ങ് എടുത്തു. അടുത്തത് തമിഴ്നാട്ടിൽ ഇന്റർവ്യൂ, ഫോട്ടോയൊക്കെ പുള്ളി ഇങ്ങനെ കാണിക്കുക, ഇതാണ് ഫോട്ടോ, ഇത് സ്ലോ മോഷൻ നടപ്പ്. അപ്പം എന്നോട് ചോദിച്ച് മറ്റേ ഇത് അപ്പം എനിക്ക് പോണതിൻ്റെ കാര്യം മാത്രം ചെറുതായിട്ടൊന്ന് മാറൂട്ടെ, ശ്രദ്ധിക്കണേ. ദീപാവലി, തമിഴ്നാട്ടിൽ ദീപാവലിക്ക് പോകണം. അപ്പം ദീപാവലി വേണോ അതോ ഈ സ്ലോ മോഷൻ നടപ്പാണോ മുഖ്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ദീപാവലി മുഖ്യം.
ദീപാവലി ഞാൻ കളമ്പല തമിഴന്മാരെയും കയ്യിലെടുത്തു. ഞാൻ കളമ്പല ഞാൻ പോയി. കാരണം എനിക്ക് ഇതല്ല മുഖ്യം, എനിക്ക് സിനിമ ഒന്നുമല്ല, എനിക്ക് ദീപാവലി മുഖ്യം. അടുത്തതിൽ പുള്ളി പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിഷു, ഇതേ സംഭവം തന്നെ, വിഷു ആണോ മുഖ്യം, മറ്റേതാണോ മുഖ്യം, അപ്പൊ വിഷു മുഖ്യം. സത്യം പറഞ്ഞാൽ ഇനി ഞാൻ പുള്ളിയുടെ ഇന്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കണ്ടേ. എവിടെയെന്ന് അറിയാം, അമേരിക്കയിൽ പുള്ളി ഇന്റർവ്യൂ എടുക്കുമ്പോ ഇംഗ്ലീഷിൽ പുള്ളി ഇന്റർവ്യൂ എടുക്കുമ്പോൾ പറയും ക്രിസ്മസ് ആയിരുന്നു. അപ്പൊ അന്നേരം ചോദിച്ചു ക്രിസ്മസ് ആണോ മുഖ്യം, ഇതാണ് മുഖ്യം എന്ന് വെച്ചാൽ ക്രിസ്മസ്, ഐ വോണ്ട് ടു ഗോ ആൻഡ് ഐ വോണ്ട് ടു എന്നാണ് ബി പാർട്ടിസിപ്പേറ്റ് വിത്ത് ക്രിസ്മസിനേക്കാൾ എനിക്ക് വലുതൊന്നുമില്ലെന്ന് പറയും. സത്യത്തിൽ ഇനി പുള്ളി മറ്റേ സൗദി അറേബ്യയിൽ ഇരുന്ന് ഇന്റർവ്യൂ എടുക്കണമെങ്കിൽ പുള്ളി പറയും ഇല്ല, എനിക്ക് മറ്റേ എന്താണ് പെരുന്നാളായിരുന്നു, ബക്രീദ് ആയിരുന്നു, അന്ന് അൽഹംദുലില്ലാ, എനിക്ക് എന്ത് ചെയ്യണം. ഈ ഹജീഫെടുത്ത് പറയുമ്പോൾ പോലും പടച്ചോനെ ഞാനത് സത്യമായിട്ടും ഒരാള് പോലും എന്നോട് പറഞ്ഞു. ഒരു ഹൈലൈറ്റ് കൂടിയുണ്ട്. ആ ഹൈലൈറ്റ് എന്താണെന്നറിയാമോ? ഞാൻ വിളിച്ചു ചോദിച്ചില്ല ശാന്തിവിള ദിനേശിനോട്. പുള്ളി ഒരു തവണ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുള്ളത്, പുള്ളിയുടെ ഒരു ഇതിൽ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുള്ളത്, പുള്ളി പറയണത് 5-10 വട്ടം ഇയാള് ജയറാമിനെ വിളിച്ച് ഫോൺ പോലും, ജയറാമിനെയും മകനെയും വിളിച്ച് ഫോൺ പോലും എടുത്തില്ല. പിന്നെ അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി നിന്നില്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫാദറിനെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കില്ല, ആളുകൾ കൊണ്ടുവന്ന് ആക്കും. പിന്നെ എൻ്റെ ഫാദറിന് വേറെ വീടുണ്ടായതുകൊണ്ട് പുള്ളി കുഴപ്പമില്ല, അത്യാവശ്യം നമ്മളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അത് ഞങ്ങളൊക്കെ ചെറുതായിട്ടത്. അപ്പം ഇതുപോലെയുള്ള പല ഡയലോഗുകളും എന്ത് ചെയ്യും ആളുകൾ പറയും. അവരൊക്കെ ബേസിക്കലി നടന്മാരാണല്ലോ, പക്ഷെ ഇങ്ങനെ ഉറങ്ങുമ്പോ പോലും അഭിനയിക്കുന്ന ഒരാളെ ഞാൻ എന്റെ പൊന്നു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവർ ഇതേ ഡയലോഗ്, അതായത് പടച്ചോനോട് പ്രാർത്ഥിക്കൂ പടച്ചോൻ തരും, അതായത് ഞാനൊന്നും തരൂലെന്നാണ് അതിന്റെ അർത്ഥം. അതെ, പടച്ചോൻ തരും. മനസ്സിലായ? പണ്ടൊരു ദിവസം ഞാൻ നോക്കുമ്പോ മറ്റേ ഒരു പെന്തക്കോസ്റ്റുകാരനും മറ്റേ നമ്മുടെ എടപ്പള്ളി ജംഗ്ഷനിൽ ഒരു പിച്ചക്കാരനും തമ്മിൽ വലിയ ഉടക്കിടക്കണേ, പച്ച ചീത്ത പിച്ചക്കാരൻ പറയണം. എന്താണെന്നറിയാം, അയാളവിടെ പുരിവെയിലത്ത് 2 മണിക്ക് ഇന്ന് ഒരു കാലിന് വയ്യാത്ത ഒരാൾ ചെന്ന് ഇയാളുടെ അടുത്ത് വിഷയം ചോദിച്ചു. കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, കൊടുത്തില്ലെങ്കിൽ അത്ര വല്ലേ. ഇയാൾ ബൈക്കിലായിരുന്നു, വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എന്ത് ചെയ്ത് 1/2 കിലോമീറ്റർ 100-200 മീറ്റർ നടത്തിച്ചിട്ട് ഇപ്പുറത്ത് വന്ന് പാർക്ക് ചെയ്യാൻ പറഞ്ഞു. വണ്ടി വാ എന്ന് പറഞ്ഞ് വിളിച്ച്. ഇയാള് പാവം, ഇയാൾ വിചാരിച്ച് എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന്. അവിടെ ചെന്നോ പറഞ്ഞേട്ടാ, വരൂ നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാന്ന്. ഏത് ഹല്ലേലൂയ, നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. ഈ കാലില്ലാത്ത പാവ പിടിച്ച എന്റെ സുഹൃത്തിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു രക്ഷിക്കണേ. ലാസ്റ്റ് അയാൾ കഴുത്തേലേക്ക് പിടിച്ച് പറ്റേ പുള്ള, കഴുത്തേലൊക്കെ വെള്ള ഇട്ടേക്കണത്, ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടേക്കണത്, കഴുത്തേലൊക്കെ പിടിച്ച്. ലാസ്റ്റ് അവിടെ വലിയ കൂട്ടായി. അപ്പൊ അയാൾ പറഞ്ഞ ശരിക്കും പറഞ്ഞ ഇല്ലെങ്കിൽ ഇല്ലെന്നും പറഞ്ഞെന്തി. ഏത് അവിടെ നിൽക്കുന്ന ഒരാളെ 200 മീറ്റർ ആ ഒരു വെയിലത്ത് നടത്തിച്ച് ഇപ്പുറം വന്നിട്ട് പറയണേ ഏതെന്ന് എന്നിട്ട് മറ്റേ ഇതിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു ബുക്ക് എടുത്ത് കൊടുത്തേക്കുന്നത് ബൈബിളായിട്ട്. ഒന്ന് ആലോചിച്ചു. ഇത് തന്നെയാണ് മറ്റേ MMA ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആർക്ക് വേണ്ടി? മറ്റേ ആക്രമിക്കപ്പെട്ട കേസുണ്ടായപ്പോ ദിലീപ് മര്യാദക്കാരനാണ്, പിന്നെ മറ്റേ കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. കാരണം ദിലീപിന്റെ കയ്യിൽ 10-600 കോടിയുണ്ട്, മറ്റേ കുട്ടിയുടെ കയ്യിൽ അത്ര സാധനം പ്രാർത്ഥനയാന്ന് തോന്നുന്നു. മറ്റേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം, ഞങ്ങൾ നടപടി എടുക്കില്ല. അല്ല, നല്ല കാര്യമുള്ളൂ. ഇപ്പൊ ഐശ്വര്യന്റെ അടുത്ത് വന്ന് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഐശ്വര്യ അടുത്ത് വന്ന് ഒരു 10,000 രൂപ കടം ചോദിക്കുന്നു. അപ്പൊ ഐശ്വര്യക്ക് പറയാം നിങ്ങളെ കഷ്ടതകൾ മറഞ്ഞ പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ വെച്ചാൽ അങ്ങനെ മാറിക്കഴിയുമ്പോൾ വേറെ വർത്താനം പറയാം. അത് ഞാനിപ്പോ ഇതിൽ പറയുന്നില്ല. അതാണ് സത്യം. പിന്നെ അവനൊക്കെ ഇനിയിപ്പൊ കൊടുക്കാനാണെന്നൊക്കെ എന്ത് ചെയ്യും. ഇതേ ജയറാമാണെന്നിട്ട് പറയുന്നത് നമ്മുടെ ഈ അടുത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, താങ്കളൊക്കെ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. ഈ നമ്മുടെ ബാംഗ്ലൂര് മറ്റേ വിദേശത്തുള്ള ഒരു പയ്യൻ, അവൻ മറ്റേ വലിയ വൈറലായിട്ടുള്ള പയ്യനാണ്, മറ്റേ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ. ആ വൈറലായിട്ടുള്ള പയ്യനെന്ന് പറഞ്ഞാൽ അവൻ മയക്കുമരുന്നിനെതിരെ വലിയ ഫൈറ്റ് നടത്തുകയും പോരാട്ടം നടത്തുകയും പല ആളുകളെ കുറിച്ച്, മോജി സുനിൽ, അതുപോലെ പല മരഡനീഷ്, അങ്ങനെ പലർക്കും എതിരെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അവൻ്റെ മറ്റേ സിസ്റ്റം, അതായത് ലൈവ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴുള്ള സിസ്റ്റം ഹാക്ക് ചെയ്ത് അകത്ത് കയറിയ ആൾ. അകത്ത് കയറിയപ്പോൾ എന്ത് പറ്റിയെന്നറിയാം, ഇത് വർക്ക് ചെയ്യാനുള്ള ഇത് എന്തോ പറ്റിയല്ല എന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പിന് മയക്കുമരുന്ന് ഉപയോഗിക്കണ ലൈവായിട്ട് പറ്റിയ സാധനം വിട്ട് അറസ്റ്റായി. ലൈവായിട്ട് വിട്ടിട്ട് അപ്പൊ തന്നെ ഓടി പാഞ്ഞി പോകാൻ നോക്കിയപ്പോ എവിടെ പുറത്തല്ലേ. ഇത് നമ്മുടെ വേടനെ പോലെയാണോ? ഇതൊക്കെ തന്നെ. അല്ലാതെ ഇതിന് പിന്നെ സിനിമയിൽ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ജനം ഇതൊരു സിനിമയാണ്. ഇത് മോഹൻലാൽ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു മേക്ക് ബിലീഫാണ്. അതായത് ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സത്യമായിട്ടൊക്കെ ബന്ധമുണ്ടാവും, ശരി. പക്ഷെ അതല്ലാതെ ഈ നടന്മാർ ഇതിൻ്റെയൊക്കെ അപ്പോസ്തലന്മാരാണ്, ഇവരൊക്കെ അനീതികൾക്കെതിരെ പോരാടുമെന്നും ഇവർ 250 പേരെ ഇടിച്ചിടുമെന്നും 250 പേര് ഇടിക്കാൻ സിനിമയിലേക്ക് വരുമ്പോൾ രണ്ടുപേരായിട്ട് വരില്ലെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവർ കൂട്ടമായി വന്ന് എന്ത് ചെയ്തിട്ട് വരിഞ്ഞിട്ട് പോകും. തമിഴ് സിനിമയിലെ കണ്ടിട്ടുണ്ട്, 5 പേര് ആദ്യം തന്നെ വരും, എന്നിട്ട് 5 പേരെ ഇങ്ങനെ പിടിച്ചിട്ട്, മറ്റേ തെലുങ്കിലൊക്കെ ആണെങ്കിൽ 200 പേര് വരും. എന്നിട്ട് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ പുള്ളിയായിട്ടല്ല NT രാമറാവുവിന്റെ മകൻ, പുള്ളിയൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് 200 പേരും പറഞ്ഞു വിടും. എന്നിട്ട് അടുത്ത് 200 പേര് വരും. അങ്ങനെ 200 പേര് ഇത് 200 പേരല്ല, അവിടെ 1000 പേരുണ്ടെങ്കിൽ 1000 പേരും കൂടി ഒന്ന് ചവിട്ടിക്കൂട്ടിയിട്ട് പോകും ജീവിതത്തിൽ, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കും. നമ്മളിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലെ ജയറാമിന്റെ ഫിഗർ. നന്മ മറ്റേ എന്നിട്ട് ഈ രാജസേനന്റെ മകളുടെ കല്യാണം പിടിച്ചിട്ട് പുള്ളി എന്നില്ല, പുള്ളിയുടെ കല്യാണം പിടിച്ചിട്ട് പുള്ളിയുടെ രാജസേനന്റെ കയ്യിലുള്ള തീർന്നല്ലോ, ആ കൈ തീർന്നു. അല്ല ഇത് പക്ഷെ രാജസേനൻ ആ ഒരു സമയത്ത് അദ്ദേഹം വിചാരിച്ചു വെച്ചിരുന്നു, ഞാൻ ജയറാമിനെ വെച്ച് മാത്രമേ പടം ചെയ്യുള്ളൂ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അല്ല, ഏറ്റവും വലിയ വില്ലന്മാരാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെയുള്ള ആളുകളാണ്. അവരൊക്കെ ഇത് സംഭവത്തിൽ നിൽക്കാൻ കുറച്ചുകൂടി അറിയുന്നവരാണ്. എന്ന് വെച്ചാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു തവണ പിഷാരടി അടുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ പിഷാരടി അടുത്ത് ചെന്നപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരാളെയും കൂടി കൊണ്ടുവന്നേക്കണം, പ്രൊഡ്യൂസറാണ്. അപ്പോൾ പിഷാരടി അടുത്ത് ഒരു സിനിമക്ക് കാര്യം പറഞ്ഞ് ഒരു റേറ്റ് പറയാൻ വേണ്ടി തന്നേക്കണം. റേറ്റ് പറയാൻ നിൽക്കുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം പറഞ്ഞ് പിഷാരടി സമ്മതിച്ചു. കേട്ടോ, പിഷാരടിക്ക് വലിയ പടമൊന്നുമില്ലല്ലോ. അപ്പോൾ അപ്പുറത്തേക്ക് ലിസ്റ്റിൻ സ്റ്റീഫൻ നീങ്ങിക്കുമ്പോൾ ഈ കൂടെയുള്ള ആൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, ആ നിൽക്കുന്ന പുള്ളിയുടെ കറിയോ ആകെ തകർന്ന് തരിപ്പഴമായിട്ട് ഇങ്ങനെ കഴിഞ്ഞ പടം പുള്ളിക്ക് ആകെ പൊട്ടി. പുള്ളിയുടെ അതിൻ്റെ മഷം മനസ്സിലായത് പുള്ളി ഒന്ന് കരയാൻ വേണ്ടി പോയതാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ കരയാൻ പോയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് കരഞ്ഞിട്ട് എന്ത് ചെയ്യും? അതാണ് പുള്ളി അപ്പുറത്ത് വാഷ് ബേസിൻ്റെ അടുത്ത് നിൽക്കണം, കരഞ്ഞിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇങ്ങനെ വിതുമ്പണ്. സത്യം പറഞ്ഞ പിഷാരടി പോകുമ്പോ ഒരു ഷോയ്ക്ക് മേടിക്കുന്നതിനേക്കാളും വളരെ 4-1 തുക പറഞ്ഞേക്കണേത് 10 ദിവസമോ 15 ദിവസമായിട്ട് സിനിമയിൽ അഭിനയിക്കും. മനസ്സിലായി? ഒന്ന് അതുപോലെയുള്ള പ്രൊഡ്യൂസേഴ്സ്, അല്ലെങ്കിൽ എന്തുണ്ട് വേറെ ടൈപ്പ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഗോകുല ഗോപാലജനെ പോലെ 20,000 കോടി 25,000 കോടി രൂപ ഏണോ പറയാൻ ചെയ് മക്കളെ എന്നും പുള്ളി പറയണില്ല. അതിന് വേറെ ചില ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് പോട്ടെ. ഞാൻ പറയണത് പുള്ളിയുടെ ആളുകളുണ്ട് അത് നോക്കാനായിട്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ 50 കോടിയൊക്കെ പോയ ഇത്രോ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറഞ്ഞാൽ സിജു വിൽസൺ വെച്ച് സിനിമ എടുക്കുമ്പോൾ 50 കോടി രൂപ പോട്ടെ, വലിയ കാര്യം കിട്ടുമെന്ന് വിചാരിക്കും. അതാണ് കാര്യം. പക്ഷെ ഇതുപോലെ ഒരിക്കലും ഹസീബിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഇതുപോലത്തെ പാവങ്ങള് ഇങ്ങനത്തെ വാക്കുകളിൽ വിശ്വസിച്ചങ്ങ് വീണു പോകുമ്പോ ഹസീബിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഉഷാസീനെ പറയുന്നത്, ഉഷാസീനെ പറഞ്ഞു, ഉഷാസീനയുടെ ഭർത്താവ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഈ പണി ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജയറാം എന്ത് ചെയ്തു? ഞാൻ താങ്കളോട് ഇപ്പോൾ തുറന്നു പറയാം, എന്നെ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും വിളിക്കുന്ന, ആഴ്ചയിൽ 3 ദിവസങ്ങളിലും വിളിക്കുന്ന ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട്. ഒരുപാട് പ്രമുഖർ, രാഷ്ട്രീയ രംഗത്തൊക്കെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ എനിക്കറിയാം, എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അവരൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കാരണം എന്ന് വെച്ചാൽ അവര് നമ്മളെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ് അവർ നമ്മളത്ര സുഖിപ്പിച്ചൊക്കെ. നമ്മുടെ ധിക്കാരമൊക്കെ പലപ്പോഴും കേട്ടൊക്കെ നമ്മളെ കൊണ്ട് ആവശ്യമുള്ളതുകൊണ്ട്. ആ ധിക്കാരം ഇല്ലെങ്കിൽ എന്ത് ചെയ്യൂല, ഉണ്ടാവൂല. അതുകൊണ്ട് ഹസീബൊക്കെ ഇനിയെങ്കിലും, ഹസീബൊക്കെ ഒരു പാഠമാണ്, പാഠപുസ്തകമാണ്. അത് എല്ലാ നടന്മാരുടെ കേസിലും ഇതുപോലെ പൊട്ടിപ്പോയ പ്രൊഡ്യൂസർമാരെയൊന്നും അവരാരും തിരിഞ്ഞു നോക്കാൻ വേണ്ടി വരില്ല. പിന്നെ ഞാൻ ആകെ പറയണം, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി കിടപ്പിലാണെന്ന് ചിലപ്പോൾ ചേരാ പറഞ്ഞിട്ടുണ്ടാവില്ല, ഡിലേ കല്യാണം പോലും വിളിക്കൂലേ. മനസ്സിലായി? എന്തെങ്കിലും ലാസ്റ്റ് തലവേദന ഉണ്ടാവുമെന്ന് വെച്ചിട്ട് വണ്ടിക്കപ്പോൾ വിളിക്കൂല. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ, എന്നിട്ട് പുള്ളിയുടെ ഡയലോഗാണ് എനിക്കിപ്പോഴും മനസ്സിലായത്. പിന്നെ ഈ സമയത്ത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ പുള്ളി അത് തമിഴ് സിനിമയിൽ പോയി കിടന്ന് വിരകുന്നുണ്ട് എല്ലാവരോടും. മുൻകിളക്ക് കുനിഞ്ഞെന്ന് പറഞ്ഞാൽ ചോദിക്കുന്നുണ്ട്, ആ ആങ്കർ ചോദിക്കുന്നുണ്ട്, വില്ലനായിട്ടാന്ന് തോന്നുന്നു അതിനകത്ത്. അപ്പൊ താങ്കൾക്ക് ഇങ്ങനെ കോമഡി റോൾ ചെയ്യുന്നതാണോ വില്ലനായിട്ടാണോ, ഏതാണ് കംഫർട്ടബിൾ എന്ന് ചോദിക്കുമ്പോ അതെനിക്ക് പറയാൻ പറ്റില്ല. രണ്ടുമാണല്ലോ, കാരണം ജീവിതത്തിൽ തന്നെ രണ്ടുമാണ്. കോമഡി പുള്ളി പുറത്ത് അഭിനയിക്കുന്നുണ്ട്, ഗംഭീരമായിട്ടുള്ള സ്റ്റേജ് ആ പുള്ളി അങ്ങനെ വളഞ്ഞങ്ങ് പോകും. വളഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളി എന്ത് ചെയ്യും? പുള്ളി വേണമെങ്കിൽ ഇറായിട്ട് പുള്ളി താഴെ തട്ടും. പക്ഷെ യഥാർത്ഥ സ്വഭാവം അതല്ല, യഥാർത്ഥ സ്വഭാവം ഇതൊക്കെ തന്നെ. അദ്ദേഹം വേറൊരു കഥ കൂടി പറയുന്നുണ്ട്. മമ്മൂട്ടി അദ്ദേഹത്തിന് ഈ ഷൂട്ടില്ലാത്ത സമയത്ത് ചെന്നൈയിൽ ഇങ്ങനെ വീട്ടിൽ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നും എന്ത് ചെയ്യും. അപ്പം നേരെ കേരളത്തിലൊരു ഫാം ഹൗസ് ഉണ്ട് പുള്ളിക്ക്, കുറേ കൃഷിയുണ്ട്, അതിൻ്റെ കൂടെ കന്നുകാലി വളർത്തലുണ്ട്. പുള്ളിയുടെ മാത്രം സ്വർഗ്ഗമാണത്. രാവിലെ ചെന്ന് പാല് കറക്കും, കൃഷിക്ക് മറ്റേ വെള്ളം ഒഴിക്കും, പച്ചക്കറി പറിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പുള്ളി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമയില്ലെങ്കിലും ഞാൻ കേരളത്തിൽ പോകും, ആരെയും വീട്ടുകാരെയൊന്നും കൊണ്ടുപോകില്ല, ഞാൻ ഒറ്റയ്ക്ക്. അപ്പം മമ്മൂക്ക എപ്പോഴും ഇത് കേൾക്കുമ്പോൾ പറയും, എനിക്കതൊന്ന് കാണണം ജയറാമേന്ന് പറയുമ്പോൾ പറയും, ഇല്ല മമ്മൂക്ക എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അതിൻ്റെ സ്വകാര്യ, എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ആസ്വദിക്കേണ്ടതാണതെന്ന്. അല്ല, അത്
അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അത്രയും സത്യസന്ധത കാണിച്ചാത്ത. പ്രത്യേകിച്ച് മമ്മൂട്ടിയൊക്കെ അവിടെ ചെല്ലുമ്പോ തന്നെ കാര്യം എന്താന്ന് മനസ്സിലാവും. അതുകൊണ്ട് എന്ത് ചെയ്യും, പിന്നെ അത് വലിയ വിഷയവും അതൊക്കെ ഇവിടെ പറഞ്ഞു. താങ്കൾ പറയുന്ന പോലെ ഇങ്ങനെ പല നമ്പറുകളൊക്കെ ഇവരെന്ത് ചെയ്യും. പോലും കാണിച്ചിട്ടില്ലെന്ന് പറയണേ. എന്റെ വ്യക്തി ജീവിതം എനിക്ക് സ്വകാര്യമാണ്. എനിക്കറിയാവുന്ന വലിയൊരു മറ്റേ എന്നോട് വേണമെങ്കിൽ ഒരു കഥയുടെ ത്രെഡ് ചർച്ച ചെയ്യാൻ വേണ്ടി വരികയും എന്നോട് എഴുതാൻ പറയുകയും ചെയ്തൊരു പുള്ളിയുണ്ട്. പുള്ളി ഇതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ 20 ദിവസത്തേക്ക് കോൾ എടുക്കില്ല എന്നാണ് പറഞ്ഞത്. എന്താന്ന് വെച്ചാൽ കഥയുടെ ലോകത്തായിരിക്കും, ഞാൻ അതിൽ നിന്ന് വിട്ടുപോകും എന്നുള്ളത്. എന്നിട്ട് പുള്ളി എന്താന്ന് വെച്ചാൽ പുള്ളിക്ക് വേണ്ടി പ്രൊഡ്യൂസർ ഒരു അപ്പാർട്ട്മെന്റ് ആണ് എടുത്തു കൊടുത്തത്. ഒരു 3 ബെഡ്റൂമുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് എടുത്തു കൊടുത്തേക്കണം. അവിടെ ചെന്നപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ വീട്ടുകാർ പുള്ളീനെ അന്വേഷിച്ച് 10-15 ദിവസം കഴിഞ്ഞപ്പോൾ അബദ്ധത്തിന് ഇത് വേറെ ആരോടൊക്കെ അന്വേഷിച്ച് അവർ കണ്ടുപിടിച്ചിട്ട് ചെന്നു. ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. ചെന്നപ്പോ എന്താണെന്നറിയാമോ, അതാണ് അടുത്ത തമാശ. ചെന്നപ്പോ അവിടെ പുള്ളീനെ കൂടാതെ വേറൊരാളുണ്ട്. അവരുടെ റൂമിനകത്ത് തന്നെ മറ്റേ അലക്കിയൊക്കെ ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ 10-20 ദിവസം ഈ പുള്ളി എന്നു പോലെ അവരവിടെ കൂടെ ഉണ്ട്. ഏത് മറ്റേ കഥ ആലോചിക്കാൻ വേണമല്ലോ. അപ്പൊ അതുകൊണ്ടുണ്ട്. പിന്നെ അതിന്റെ വേറൊരു ക്ലൈമാക്സ് സീനും കൂടി ഉണ്ട്. അതിന്റെ ഒരു ക്ലൈമാക്സ് സീൻ ഉണ്ട്. അതെന്താണെന്നറിയാമോ, ഇവര് ചെന്ന് കഴിഞ്ഞ് ഈ കലാപവും കാക്കകളും ഒക്കെ ഉണ്ടാക്കി പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി പോകുമ്പോണ്ടല്ലോ, ഇതുപോലെ പുള്ളി 15 ദിവസമായി വിളിച്ചിട്ടുള്ളത് പറഞ്ഞ് വേറൊരു പാർട്ടി അവിടെ എത്തി. ഭയങ്കര സംഭവങ്ങളാണ്. നമ്മൾ സമ്മതിച്ചു കൊടുക്കണോട്ടോ. ഡ്രൈവറെ കൊണ്ടുപോകുന്നില്ല, പുള്ളിയുടെ വണ്ടി എടുക്കുന്നില്ല, പുള്ളി എന്ത് ചെയ്യുന്നില്ല, ഒരു സാധനം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റേ എനിക്ക് മറ്റേ സിനിമ കാണുമ്പോൾ ഓർമ്മ വരും. മറ്റേ പുള്ളി പറയില്ലേ ഹനുമാൻ സേവക്ക് പോടെന്ന് പറഞ്ഞാല് പുള്ളി പോയിട്ട് എനിക്ക് തിരക്കഥ കഥ ബുദ്ധിമുട്ടായിരിക്കും, എന്നെ വിളിച്ചു പോലും ഡിസ്റ്റർബ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. ഇതിനിടക്ക് സംഭവം പറ്റിപ്പോയെന്നാന്ന് വെച്ചാൽ പുള്ളിയുടെ അമ്മാവനാരും മരിച്ചുപോയി. അതാണ് ഇവര് അന്വേഷിച്ചത്, അല്ലെങ്കിൽ ചെല്ലൂല. ശരിക്കും പറഞ്ഞ അമ്മാവൻ ചതിച്ചാണ്. എല്ലാരെയും തുല്യമായിട്ട് സ്നേഹിക്കണം പോളിസി. അല്ല അന്നേരം വീട്ടുകാരൊക്കെ ഞെട്ടി. ആര് ഈ താങ്കളുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന ആളും ഞെട്ടി, ഈ ചെന്നേക്കണവരും ഞെട്ടി. കാരണം എന്താ, വേറൊരാൾ വന്നേക്കണ് 15 ദിവസമായിട്ട് 20 ദിവസമായിട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് ഇവരുടെ ശരിക്കും പറഞ്ഞാൽ പലരുടെയും അഭിനയം എന്ന് പറയുന്നത്. ആ അഭിനയത്തിന്റെ കൊടുമുടിയുടെ നെറുകയിൽ നിൽക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജയറാം. ഇനി ഞാൻ പുള്ളിയുടെ മറ്റേ ഇൻ്റർവ്യൂവിനായിട്ട് കാത്തിരിക്കുകയാണ്. പുള്ളി അമേരിക്കയിൽ ചെന്ന് ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പുള്ളി മറ്റേ ക്രിസ്മസ് ആയിരുന്നു, ക്രിസ്മസിൻ്റെ അന്ന് എന്ത് ചെയ്യും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോഷി സാറിനെ വിളിച്ചത് ചോദിക്കണമെന്ന് എനിക്കുണ്ടേ. നമ്പറൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടില്ലല്ലോ, വിളിച്ച് ചോദിക്കണമെന്നേ. പിന്നെ വെറുതെ പുള്ളിയുടെ ധർമ്മസങ്കടത്തിലാക്കണ്ടല്ല എന്നുള്ളത് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്. സിനിമയിലും രാഷ്ട്രീയത്തിലൊക്കെ വാഗ്ദാനം എന്ന് പറയുന്നത് അപ്പാപ്പ എന്ത് ചെയ്തു ഇഷ്ടം പോലെ കിട്ടിക്കോട്ടെ. അപ്പോൾ പക്ഷേ നമ്മൾ ഒറ്റടിക്ക് നമുക്ക് അങ്ങനെയുള്ളൊരു മോഹമില്ല. നമ്മൾ ഈ പറയുന്ന അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു കാര്യം ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് ഹസീബിനോട് എനിക്ക് പറയാനുള്ളത്, ഇയാൾ വന്നില്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട. ഇനി ഇയാൾ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങളെ കട്ടിലേന്ന് ഉന്തിയിട്ടിട്ട് അവിടെ കയറി കിടക്കും. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യും, അവിടെയുള്ള വേഷം കെട്ടൊക്കെ കാണിക്കും. അതിനൊന്നും ആവശ്യമില്ല. ഉഷയുദാർത്ഥവും ആയിരിക്കേണ്ട. യഥാർത്ഥത്തിൽ ഇതാണ് സിനിമ, ഇതാണ് ലോകം. ജീവിതത്തിലൊക്കെ തന്നെ ഇങ്ങനെയാണ്. പിന്നെ സിനിമയിൽ ഇത് 10 ഇരട്ടിയാണ് എന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ വിചാരിക്കും. രാഷ്ട്രീയത്തിലും അതായത് നിങ്ങൾ ആ മന്ത്രി സ്ഥാനത്ത് നിന്ന് നിങ്ങൾ കൂടെ നിൽക്കണവരോട് വിളിച്ചിട്ടൊരു ഓഫർ കൊടുക്കണം, അവരെ വിളിച്ചിട്ടിട്ട് നമുക്ക് അവിടെ കയറി ഇരിക്കാന്ന് പറഞ്ഞാൽ എപ്പോൾ മാറിയെന്ന് അല്ല ഉറപ്പായിട്ടും. അത് ഇപ്പോൾ ഉമ്മൻചാണ്ടി ഈ മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞ ദിവസം പുറത്തേക്ക് വരുമ്പോൾ ഒരു പോലീസുകാരൻ നിൽക്കുന്ന ഒരു ചിത്രം ഇപ്പോഴും വൈറലായിട്ടുണ്ട്. അതായത് അദ്ദേഹം അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പോലീസുകാരൻ കാലിങ്ങനെ മുകളിൽ കയറ്റി വെച്ചുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ ആ ചിത്രം സത്യമാണ്. അത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ കാര്യം. അധികാരം ഇല്ലാണ്ടായാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ആള് പറഞ്ഞതുപോലെ പത്തായത്തിൽ നെല്ലുണ്ടെന്ന് പറഞ്ഞ പത്തനാപുരത്ത് നിന്ന് വരും വലി നെല്ലെന്ത് ചെയ്യരുത്, മറ്റേ പുള്ളീനൊക്കെ പോലെ കൊടുക്കാൻ പാടില്ല. അതായത് 20,000 കോടിയുള്ളപ്പോൾ 25 കോടിയെ കൊടുത്ത് എന്ത് ചെയ്യുക, സമാധാനിപ്പിക്കുക. അല്ലാതെ മറ്റേ എള്ള പാവം ഹസീബിനെ പോലെ എള്ള കയ്യിലുള്ള 5 കോടിയും പിന്നെ കടം മേടിച്ച് 5 കോടിയും കൂടി ഇട്ട് മറ്റേ ഹാപ്പി സർദാർ എടുക്കരുത്. നമ്മളത് ലാസ്റ്റ് മറ്റേ ശ്വേതാമേനം പറയുന്ന പോലെ വെരി സാഡ് സർദാറോ.